ഒരു കഥ சொல்லிட்டா സാർ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കഥയാട്ടോ പറയാൻ പോകുന്നത്. നമ്മളെ സലൂണിൽ ആദ്യമായിട്ട് ഇൻ്റർനാഷണലി നമ്മുടെ സർവീസ് എടുക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളൊരു കസ്റ്റമറെ കാര്യമാണ് പറയുന്നത്. വിയറ്റ്നാമിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം 1.5 വർഷം മുന്നേ ഹിബിസ്കൻ ലൈവ് സർവീസ് ആദ്യമായിട്ട് കേരളത്തിൽ ലോഞ്ച് ചെയ്യുമ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ലൈവ് സർവീസോ ഇത്രമാത്രം പെയിനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആരുടെയെങ്കിലും തലയിൽ ഉണ്ടാവുമോ? അതൊക്കെ വെറുതെ തുടങ്ങുവാണ്. അപ്പം ഞാൻ വെറുതെ ഓവർ കോൺഫിഡൻസിൽ അടിച്ചു വിടുകയും ചെയ്തു, അരി അങ്ങ് കേരളത്തിലുണ്ടെങ്കിൽ എലി അങ്ങ് പഞ്ചാബിൽ നിന്ന് വരുമെന്ന്. കാരണം ക്വാളിറ്റി സർവീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് അഫോർഡബിൾ പ്രൈസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് വരുമെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സിംഗിൾ സ്റ്റാറ്റസിൽ എനിക്ക് കിട്ടിയ റെസ്പോൺസ് അങ്ങനെയായിരുന്നു. കാരണം ഇൻസ്റ്റയിൽ കൂടെ മാത്രമാണ് ഇവർക്ക് എന്നെയും എൻ്റെ സലൂണിനെയും പരിചയം. നമ്മൾ ഒരാളുടെയും കണ്ണീരെടുത്ത് വിറ്റിട്ട് നമ്മൾ വീഡിയോ ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇത്തിരി റീച്ചൊക്കെ കുറയും, പക്ഷേ ക്വാളിറ്റിക്ക് ഒട്ടും കുറവുണ്ടാവില്ല കേട്ടോ. ആ വിശ്വാസമാണ് വിയറ്റ്നാമിൽ നിന്ന് അവരെ ഫ്ലൈറ്റ് കയറ്റിയെന്ന് എനിക്ക് തോന്നണം. അവരിവിടെ വന്നപ്പം അവരുടെ തല അടുത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരിവിടെ നിന്ന് പോകുമ്പോൾ 3 കസ്റ്റമറാണ് വന്നിരുന്നത്. 3 പേരുടെ ചിരിയുടെ കൂടെ അവരുടെ കൂടെ വന്ന പാരൻസും കൂടി ചിരിച്ചപ്പോൾ ഞങ്ങൾ ഇത്രയും എടുത്ത എഫേർട്ടിൽ ഒരു സന്തോഷം ഉണ്ടായി. ഒരു സിംഗിൾ മെസ്സേജിൻ്റെ മുകളിൽ കേരളമൊട്ടാകെ ഇന്ന് വൈറലായിരിക്കുന്ന ഒരു സർവീസ് തന്നെയാണ് ലൈവ് സർവീസ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരുപാട് പേര് മോശം രീതിയിൽ മുതലാക്കുന്നവരും ഉണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞ കംപ്ലയിൻ്റാണ്, അവർ മുന്നൊരു സലൂണിൽ പോയി അവർ ബൊട്ടോക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയിലെ ലൈസ് പോകും. ഈ ബൊട്ടോക്സും സ്ട്രെയിറ്റനിങ് ഒന്നും ലൈസ് പോകാനുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. അതുപോലെ തന്നെ കൂടെ 10,000 12,000 ബില്ലും അവർ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് റിസൾട്ട് ഇല്ലാതാണ് വീണ്ടും നമ്മളടുത്തേക്ക് എത്തിയത്. ഇത്തരം പൊട്ടിപ്പഴുത്തിട്ടുള്ള തലകളിലേക്ക് ഒരിക്കലും സ്പാ ക്രീം പോലത്തത് ഉപയോഗിക്കാത്തതാണ് നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങാനുള്ള ഒന്നും ഈ സ്പാ ക്രീമിലില്ല. നമ്മളിവിടെ ഈ തലയ്ക്ക് ഉണങ്ങാനുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സാണ് ഈ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. സജഷൻ മാത്രമല്ല, ഡോക്ടറുടെ നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നടക്കുന്നതും. അതുപോലെ ഇവർക്ക് എക്സ്റ്റേണൽ കെയറും നമ്മൾ കൂടെ നൽകുന്നുണ്ട്. എല്ലാം കെമിക്കൽ ഫ്രീ ആണ്. ഇത്തരം കണ്ടീഷനിൽ നിങ്ങളെല്ലാം പരീക്ഷിച്ച് നിങ്ങളുടെ എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം.